എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കെ പ്രോഗ്രാമിൻ്റെ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മെഡിയുടെ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ട്. അതായത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതേപോലത്തെ ഒരു വീഡിയോ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കെ ടെക്നോളജിയാണ്. അപ്പോൾ ഈ കെ ടെക്നോളജിയിൽ എങ്ങനെയാണ് ഇതിൽ ഷോർട്ട് സർക്യൂട്ട് ആക്റ്റീവ് ആവുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് കെ ടെക്നോളജിയുടെ ഒരു 12 വോൾട്ടിൻ്റെ മദർ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇൻപുട്ട് വോൾട്ടേജ്, അതേപോലെ ബാറ്ററി വോൾട്ടേജ്, പിന്നെ ലോഗോ നെയിം, അടുത്തത് സ്വിച്ച് ഇൻ ഇൻവെർട്ടർ മോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കെയുടെ ഒറിജിനൽ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ആക്റ്റീവ് ആകുന്നതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം, ബൾബ് ഒന്ന് ഓൺ ചെയ്തിടാം. ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ഇതേപോലെയുള്ള ഒരു 1 സ്ക്വയർ mm വയറാണ്. ഇത് മെയിൻസ് ഷോർട്ട് ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഈ പ്ലഗിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻവെർട്ടർ മോഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ട്രിപ്പ് ഓവർലോഡാണ് കാണിച്ചിരിക്കുന്നത്. മെഡിയിലാണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനാണ് കാണിക്കുന്നത്. ഇതിൽ ട്രിപ്പ് ഓവർലോഡ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഷോർട്ട് സർക്യൂട്ട് ആക്റ്റീവ് ആയതുകൊണ്ട് ഈ ട്രിപ്പ് ലോഡ് ഇനി പോകുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഇൻവെർട്ടർ സ്വിച്ച് റീസെറ്റ് ചെയ്യേണ്ടി വരും. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇൻവെർട്ടർ മോഡ് വർക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കെ പ്രോഗ്രാമിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാനല്ല, ഈ ഒരു ഓപ്ഷൻ നമ്മളുടെ ഈ ഒരു ബോർഡിൽ ഉണ്ടെന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.